ഞെട്ടിക്കുന്ന ഒരു മരണവാർത്തയാണ് കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ നടന്നത്. വീടിനു മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കെ ജീവൻ നഷ്ടമായ ഈ പൊന്നുമോളുടെ വിയോഗം ആ മാതാപിതാക്കൾക്ക് എങ്ങനെ സഹിക്കാനാകും? മരപ്പണിക്കാരനായ പ്രശാന്തിൻ്റെയും ആൻസിയുടെയും ഏകമകളാണ് 8 വയസ്സുകാരിയായ ബിനിജമോൾ. അതുകൊണ്ട് തന്നെ അവരുടെ പൊന്നോമനയായിരുന്നു അവൾ. വീട്ടുകാർക്കും അയൽക്കാർക്കും ഏറെ പ്രിയപ്പെട്ടവൾ. അവളുടെ വേർപാട് അവർക്കാർക്കും ഉൾക്കൊള്ളാനായില്ല. സംഭവം നേരിൽ കണ്ട മുത്തച്ഛൻ അതിൻ്റെ ഞെട്ടലിൽ നിന്നും കരകയറിയിട്ടില്ല. നന്നായി ചിത്രങ്ങൾ വരക്കുന്ന കുഞ്ഞായിരുന്നു ബിനിജ. അവളുടെയും മുത്തച്ഛൻ്റെയും വീടിൻ്റെ ചുമരിലെല്ലാം അവൾ വരച്ച ചിത്രങ്ങളായിരുന്നു. അവൾ വരച്ച ചിത്രങ്ങൾ നോക്കി വിലപിക്കുകയാണ് അമ്മ ആൻസി. ഇതിനു പുറമെ അവളുടെ കളിപ്പാട്ടങ്ങൾ വീടിനകത്തും പുറത്തുമായി ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് വൈകിട്ട് സ്കൂൾ വിട്ടെത്തിയ ബിനിജ പലഹാരമൊക്കെ കഴിച്ച് കളിക്കുവാനായി പുറത്തിറങ്ങിയതായിരുന്നു. ഇവരുടെ വീടിൻ്റെ സമീപത്തു തന്നെയായിരുന്നു മുത്തച്ഛൻ്റെയും വീട്. വീട്ടിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കുവാനായി അവർക്ക് പുറമെ ഓടിക്കളിക്കുകയായിരുന്നു ബിനിജ. ആ സമയത്തു തന്നെയാണ് ബിനിജ നിൽക്കുന്നതിൻ്റെ സമീപത്തു തന്നെയുണ്ടായ 70 അടിയോളം ഉയരമുള്ള മഹാഗണി മരത്തിൻ്റെ ഉണങ്ങിയ കൊമ്പ് പൊട്ടി വീഴുന്നതായി ബിനിജയുടെ മുത്തച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ബിനിജയെ മുത്തച്ഛൻ വിളിക്കുകയും കൊമ്പോടിയുന്നുണ്ടെന്ന് പറയുകയും ചെയ്തു. എന്നാൽ അത് കേൾക്കുന്നതിന് മുമ്പേ ആ ശിഖരം കുഞ്ഞിൻ്റെ തലയിലേക്ക് പതിച്ചു. ഇതോടെ നിലത്തു വീണ കുഞ്ഞ് അബോധാവസ്ഥയിലായി. കുട്ടിയെ എടുത്തുകൊണ്ട് മുത്തച്ഛൻ ആശുപത്രിയിലേക്ക് ഓടി. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ് എത്തിച്ചത്. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കുട്ടി മരണപ്പെട്ടു. ബിനിജ പഠിച്ചിരുന്ന സ്കൂളിൽ മൃതദേഹം പ്രദർശനത്തിന് വച്ചു. ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം.